സഹകാരിയുടെ ഓഫ്ലൈൻ ബാച്ചിൽ നിന്നുള്ള CSCB റിസൾട്ടിൻ്റെ സക്സസ് സ്റ്റോറി സീരീസ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സഹകാരിയുടെ ഓഫ്ലൈൻ നടന്ന എക്സാം പാറ്റേൺ, വീക്ക്ലി എക്സാം, മന്ത്ലി എക്സാം, പിന്നെ റിവിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞത് ഇത് ഭയങ്കര നമ്മുടെ ഒരു കോമ്പറ്റീഷൻ ഉള്ളിൽ ഉണ്ടാക്കും. അതായത് ആദ്യം റാങ്കിൽ വരുന്നവർക്ക് ട്രോഫി എന്ന് അഭിനന്ദിക്കുന്ന ഒരു നിമിഷമുണ്ട്. നമ്മൾ അതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാറുണ്ട്. കാരണം മത്സരമുണ്ട്, ഇതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനാണ്. ഒരു തവണ കുറച്ച് താഴ്ന്നു പോയി കഴിഞ്ഞാൽ അടുത്ത് ആ സ്ഥാനം പിടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇത് ഒരു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സ്റ്റേബിളായിട്ട് നിർത്തും ഈ ഫീൽഡിൽ. സഹകാരിയുടെ ഓഫ്ലൈൻ ബാച്ചിൽ നിന്നുള്ള CSCB റിസൾട്ടിൻ്റെ സക്സസ് സ്റ്റോറി സീരീസ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിഘ്നേഷാണ്. നിലവിൽ ഇപ്പോൾ ഫസ്റ്റ് റാങ്ക് എവിടെ വന്നേക്കുന്നത്? അവണാകുഴി സർവീസ് സഹകരണ ഫസ്റ്റ് റാങ്ക് വന്നിട്ടുണ്ട്. പിന്നെ അയ്യൂപ്പാറ തേർഡ് റാങ്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടിടത്തും സാധ്യതയുള്ളതാണ്. അഡ്വൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്താ? ഇല്ല. ഓക്കെ. അപ്പോൾ അഡ്വൈസായി നിൽക്കുകയാണ് വിഘ്നേഷ്, ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമ്മൾ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓഫ്ലൈൻ ബാച്ച്, ട്രിവാൻഡ്രം ഓഫ്ലൈൻ ബാച്ചിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഒന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ വിഘ്നേഷ് ഈ സഹകരണ മേഖലയിലേക്ക് വരുന്ന എൻട്രി എങ്ങനെയായിരുന്നു? സാർ, ഞാൻ JDCക്ക് പോകുമായിരുന്നു. JDCക്ക് പോയതിന് ശേഷം ഞാനൊരു പോലീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സൊസൈറ്റിയിൽ വർക്ക് ചെയ്യാൻ കയറി. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴാണ് എനിക്ക് പഠിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത്. അങ്ങനെ ആണ് അവിടെ ഇരുന്ന് സഹകാരിയെക്കുറിച്ച് അറിഞ്ഞു. സഹകാരിയെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് അങ്ങനെയാണ് സഹകരണ മേഖല വരുന്നത്. ബേസിക്കലി നമ്മൾ ലിറ്ററേച്ചറാണ് പഠിച്ചത്. ബന്ധമൊന്നുമില്ല സഹകരണമായിട്ടോ അല്ലെങ്കിൽ കോമേഴ്സ് ആയിട്ടോ. അപ്പോൾ നിനക്ക് അക്കൗണ്ടൻസി എങ്ങനെയായിരുന്നു? അക്കൗണ്ടൻസി ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ്. സഹകാരി വന്നിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചത്. ഓക്കെ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വൈഡ് എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഈ സഹകരണ മേഖലയിൽ അല്ലാത്ത ആൾക്കാർ ഇത് ഒരുപക്ഷെ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ ജോലി കിട്ടാൻ നമുക്ക് സാധ്യത വളരെ ഏറെയാണ് ഈ ഒരു മേഖലയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു JDCയോ അല്ലെങ്കിൽ HDCയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ക്വാളിഫൈഡ് ആകാനും അതുപോലെ ഒരു വർഷത്തെ കഷ്ടപ്പെടാം. ഒരു വർഷത്തെ കഷ്ടപ്പെടാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്വാളിഫൈഡ് ആയതിനു ശേഷം നീ സഹകാരി വന്ന് എത്ര ആളുണ്ടായിരുന്നു? സഹകാരി തന്നെ ഒരു വർഷത്തോളം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷത്തോളം നമുക്ക് പോകാൻ നല്ല കോച്ചിങ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. നമ്മുടെ ഓഫ്ലൈൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറേ അധികം കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ. അപ്പോൾ അതിൽ നിനക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ പകർന്ന അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റീവായി നിർത്തിയത് എന്തായിരുന്നു? അത് ഈ എക്സാം പാറ്റേൺ ആണ്. സഹകാരിയുടെ ഓഫ്ലൈൻ നടന്ന എക്സാം പാറ്റേൺ, വീക്ക്ലി എക്സാം, മന്ത്ലി എക്സാം, പിന്നെ റിവിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞത് ഇത് ഭയങ്കര നമ്മുടെ ഒരു കോമ്പറ്റീഷൻ ഉള്ളിൽ ഉണ്ടാക്കും. അതായത് ആദ്യം റാങ്കിൽ വരുന്നവർക്ക് ട്രോഫി എന്ന് അഭിനന്ദിക്കുന്ന ഒരു നിമിഷമുണ്ട്. നമ്മൾ അതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാറുണ്ട്. കാരണം മത്സരമുണ്ട്, ഇതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനാണ്. ഒരു തവണ കുറച്ച് താഴ്ന്നു പോയി കഴിഞ്ഞാൽ അടുത്ത് ആ സ്ഥാനം പിടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇത് ഒരു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സ്റ്റേബിളായിട്ട് നിർത്തും ഈ ഫീൽഡിൽ. താഴോട്ട് വരാതെ നമ്മളെ പഠിച്ച് മുന്നേറാനായിട്ട് നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഫ്രണ്ട്സോട്ടൊക്കെ ഇരുന്ന ഗ്രൂപ്പ് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനടുത്ത് ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യാൻ എന്താണുള്ളത്. ഇപ്പം സാറിൻ്റെ മോട്ടിവേഷനൊക്കെ ഭയങ്കര അത് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടുമാരെ, അതായത് ഓരോ വീക്കിൻ്റെ പരീക്ഷ കഴിയുമ്പോഴത്തേക്കും ഒന്ന് നമുക്ക് താഴെ നിൽക്കുന്ന ആൾക്കാർ നമ്മൾ തുടങ്ങുന്നത്, എന്നിട്ട് ഏറ്റവും ടോപ്പിൽ വരുമ്പോഴത്തേക്ക് എന്തായാലും വിഘ്നേഷ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവർ അടുത്ത പരീക്ഷകളിൽ ഉടനെ തന്നെ എത്തുന്ന ആൾക്കാരാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈനിൽ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിൻ്റെ അറ്റൻഡൻസിനെ കുറിച്ച് നീ പറഞ്ഞു. ക്ലാസ്സിലിപ്പോൾ മെയിനായിട്ടുള്ള ഒരു ആൾക്കാരുടെ പ്രശ്നം അറ്റൻഡൻസാണ്. ഞാൻ അങ്ങനെ ക്ലാസ് വരാതിരുന്നിട്ടില്ല. വയ്യെങ്കിൽ പോലും മാക്സിമം വരാൻ നോക്കിയിട്ടേ ഉള്ളൂ. കാര്യം എനിക്കറിയാം ഒരു ദിവസം ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ അത് പിന്നെ നമുക്കത് മേക്കപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. സാർമാർക്ക് സഹായിക്കാറുണ്ട്, എന്നിരുന്നാലും നമുക്കൊരു ഫോളോ അപ്പ് പോകും. പിന്നെ അന്നന്ന് പഠിച്ചു പോകുന്ന അങ്ങനെയാണ് ഞാൻ പഠിച്ചു പോയിക്കൊണ്ടിരുന്നത്. അന്നന്ന് തന്നെ പഠിച്ചു പോകാനുള്ള അങ്ങനെയാണെങ്കിൽ നമുക്ക് വീക്ക്ലി ആയാലും മന്ത്ലി ആയാലും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പാറ്റേൺ പിടിച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. ഏകദേശം അവർ നമ്മുടെ മെൻറ്റേഴ്സ് ആയാലും അവിടുത്തെ ഫാക്കൽറ്റി അല്ലാതെ പറയാറുണ്ട്. അത്തരത്തിൽ മെൻറ്റർഷിപ്പ് ആരാണ് പ്രധാനമായിട്ട്? മിഥുനായിരുന്നു. അക്കൗണ്ടൻസി എനിക്ക് സഹായിച്ചിട്ടുണ്ട്. അക്കൗണ്ടൻസി എന്നുണ്ടെങ്കിലും അതുപോലെ ഓൺലൈൻ ആണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ CSCBയിൽ പ്രത്യേകിച്ച് നമ്മളൊരു ലെവൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഒരു സ്റ്റാഗ്നേഷൻ സ്റ്റേജ് വരും അല്ലേ? നമുക്ക് മുമ്പോട്ട് പോകാൻ ഒരു തടസ്സം അല്ലെങ്കിൽ നമുക്കൊരു ലെവലിൽ നിൽക്കുന്ന ഒരു ലെവൽ വരും. അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങേണ്ടത് സമയമാണ്. അതുമാത്രമല്ല, പിന്നെ പ്രാക്ടീസിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് പ്രശ്നം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ലെവലിൽ എന്തൊക്കെയായിരുന്നു, പ്രത്യേകിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെടുത്തി എന്തായിരുന്നു നിൻ്റെ ഒരു സ്ട്രാറ്റജി? സഹകാരിയുടെ PYQ റാങ്ക് ഫയൽ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്.
അതായത് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മേഖല, ഇപ്പം അക്കൗണ്ടൻസി ആണെങ്കിലും ചിലപ്പോൾ ബാങ്കിങ് ആണെങ്കിലും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് റിപ്പറ്റീഷൻ വരുന്നത് കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് അടുത്തടുത്ത എക്സാമിൽ. പിന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ പാറ്റേൺ തിരിച്ച്, അതായത് ഓരോ സബ്ജക്റ്റ് വൈസ് തിരിച്ച് വെച്ചിട്ട് ഈ PYQ എടുത്ത് വെച്ച് നോക്കാറുണ്ട്. അപ്പം മിക്കതും അതിനെ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത ഫാക്ട്സ് ആണ് വന്നുകൊണ്ടിരുന്നത്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇതിനകത്ത്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും അത് ഞാൻ ഒരു 10-12 തവണ റിവൈസ് ചെയ്തിട്ടുണ്ട് എക്സാമിന്. അതൊരു വലിയ നമ്പറാണ്. PYQവിൻ്റെ ഒരു ബുക്ക് തന്നെ മൊത്തത്തിൽ 12 തവണ റിവൈസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് വലിയ നമ്പറാണ്. ദാറ്റ്സ് ഗ്രേറ്റ് ആൾസോ. അപ്പോൾ അത് ഉറപ്പായിട്ടും നമ്മുടെ വിജയത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും, മൈന്യൂട്ടായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? CSEB എന്ന് പറയുന്നത് നന്നായിട്ട് നമുക്ക് ജോലി മേടിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്നവർക്ക് ഉറപ്പായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. ഇപ്പം ഞാൻ സബ്ജക്റ്റ് പോലുമല്ല, ഞാൻ പഠിച്ച ആ സബ്ജക്റ്റ് പോലുമല്ല. എന്നിരുന്നാലും നമുക്ക് ജോലി കിട്ടാൻ എത്രത്തോളം ആഗ്രഹമുണ്ടോ അത്രത്തോളം നമുക്ക് ആ ജോലിയിലോട്ട് എത്തിക്കാൻ പറ്റും. അതിനുള്ള എല്ലാ വഴിയും സഹകാരികളുള്ള സ്ഥാപനം തരുന്നുമുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസ. വിഘ്നേഷിനൊപ്പം താങ്ക്സ്.